ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളുടെ വീട്ടിലുള്ള വേസ്റ്റ് തുണികളും അതേപോലെ തന്നെ ചെറിയ ചെറിയ കട്ട് പീസുകളൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 5 കിടിലൻ ഐഡിയാസ് ആണ്. അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന വളരെ ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാനിവിടെ പഴയ ക്ലോത്ത് പീസ് വെച്ചിട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും തന്നെ ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മൾ ചൂടുള്ള പാത്രങ്ങളൊക്കെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു സാധനം എങ്ങനെ പഴയ ക്ലോത്ത് പീസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പഴയ ഒരു പില്ലോ കവറാണ്. നിങ്ങൾക്ക് എന്ത് ക്ലോത്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതേപോലെയുള്ള ഒരു പേപ്പർ പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാനിവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇഞ്ചിലാണ് അളന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾ ഒരു ചെറിയ പേപ്പറിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേപോലെയുള്ള 2 പീസസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഒരു പീസിൻ്റെ താഴ്ഭാഗത്തു നിന്നും ഇതേപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഇതിൻ്റെ നടുവിൽ നിന്നും ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ 3 പീസസ് കിട്ടിയിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഈ പേപ്പർ പീസിലെ ഈ വലിയ പീസ് വെച്ചിട്ട് ഇതേപോലെ പില്ലോ കവറിൽ നിന്നും കുറച്ച് പീസസ് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഈ പില്ലോ കവർ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിൽ നിന്നും 6 പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ 2 ചെറിയ പീസുകൾ കൂടി കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതേപോലെ നമ്മൾ ക്ലോത്ത് പീസ് മടക്കി വെച്ചതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. ഈ 2 പീസിൻ്റെയും ഓരോ സൈഡ് ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന രീതിയിലാവണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് പീസസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഈ വലിയ പീസിൽ നിന്നും 2 പീസ് ഇതേപോലെ വെച്ച് കൊടുക്കാം. നല്ല വശം മുകളിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ ചെറിയ പീസ് രണ്ടും ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള 4 പീസസ് നല്ല വശം ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ 4 സൈഡ്സും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിങ്ങനെ നീങ്ങി പോകാണ്ടിരിക്കാനായിട്ട് ഞാനിവിടെ ഒന്ന് പിന്നി വെച്ചിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഈ 4 സൈഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ 4 സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഞാൻ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ പിന്നൊക്കെ മാറ്റാം. അതിനുശേഷം ഈ ഒരു രീതിയിൽ നമുക്കിതിങ്ങനെ മറിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതേപോലെ ഇങ്ങനെ മറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഈ താഴ്ഭാഗം ഇങ്ങനെ ബാക്കിലോട്ടൊന്നാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ഇത് തിരിച്ചൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചൂടുള്ള പാത്രങ്ങളൊക്കെ ഈസി ആയിട്ട് പിടിക്കാനായിട്ട് പറ്റും. വലിയ ക്ലോത്ത് പീസൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീ പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ചെറുതാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെയുള്ള സാധനങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുന്നതിന് പകരം നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ പല പല സൈസിലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാത്തിനും ഒന്നും അടപ്പൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ അടപ്പുകളില്ലാത്ത പാത്രങ്ങൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ അടപ്പുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെയുള്ള പാത്രങ്ങൾക്കൊക്കെ മൂടാനായിട്ട് സിലിക്കണിൻ്റെ അടപ്പൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വേസ്റ്റ് ക്ലോത്തൊക്കെ യൂസ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഇതേപോലെയുള്ള ഒരു ക്ലോത്ത് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ 2 മടക്കാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഏത് പാത്രത്തിനാണോ മൂടി വേണ്ടത് ആ പാത്രം ഇതേപോലെ ഒന്നിങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഈ പുറം ഭാഗത്ത് നിന്നും ഒരു 2 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇങ്ങനെ 2 പീസ് ഉണ്ട്. ഇനി നമുക്ക് ഈ 2 പീസും നല്ല വശം ഉള്ളിലോട്ടാവുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതായത് ആദ്യത്തെ പീസിൻ്റെ നല്ല വശം മുകളിലേക്കും രണ്ടാമത്തെ പീസിൻ്റെ നല്ല വശം താഴേക്കുമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് വിടാനായിട്ട് ശ്രദ്ധിക്കണം.
ഇപ്പം നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഗ്യാപ്പിലൂടെ മറിച്ചെടുക്കാം. ഇപ്പം ഇത് ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലോസ് ചെയ്യാത്ത ഈ ഭാഗം ഇതേപോലെ ഉള്ളിലോട്ടൊന്ന് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇത് ഞാൻ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വീതി കുറഞ്ഞിട്ടുള്ള എലാസ്റ്റിക്കാണ്. അപ്പോൾ ഇത്രയും വീതിയുള്ളതൊന്നും വേണമെന്നില്ല, ഇതിൻ്റെ പകുതി വീതിയുള്ളതായാലും മതി. ഇനി ഈ എലാസ്റ്റിക്കിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ക്ലോത്ത് പീസിൻ്റെ അത്രയും വട്ടത്തിലുള്ളത് വേണ്ട, അതിലും ചെറിയൊരു പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കുറച്ച് ഉൾഭാഗത്തായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു തൊപ്പി പോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ അടച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള പാത്രങ്ങൾക്കൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് മൂടി ഉണ്ടാക്കാവുന്നതാണ്. ഈ പാത്രത്തിനേക്കാളും കുറച്ച് ചെറുതോ അല്ലെങ്കിൽ കുറച്ച് വലിയതോ ആയ പാത്രത്തിനൊക്കെ ഈ ഒരു മൂടി തന്നെ ഇടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ നമ്മൾ 2-3 സൈസിൽ ഇതേപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഉപയോഗപ്പെടും. നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഗ്ലൗസുകൾ നല്ല പൈസ കൊടുത്തിട്ടാണ് പുറത്തു നിന്നൊക്കെ എല്ലാവരും തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓവനിലൊക്കെ യൂസ് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിലും അതേപോലെ മറ്റ് ആവശ്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് പഴയ ക്ലോത്ത് പീസ് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 ബ്ലാക്ക് ക്ലോത്ത് പീസുകളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് വേറൊരു കളർ ക്ലോത്ത് പീസാണ് എടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. നമുക്ക് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ച് നമ്മൾ ക്ലോത്ത് പീസുകളുടെ എണ്ണം കൂട്ടിയാൽ മതി. ഇപ്പം ഞാൻ ഇതിൽ ഒരു ബ്ലാക്ക് ക്ലോത്ത് അടിയിൽ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ക്ലോത്തുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും മുകളിൽ വീണ്ടും ബ്ലാക്ക് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 4 സൈഡിലും സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇത് അനങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പിന്നുകൾ വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് 4 സൈഡും സ്റ്റിച്ച് ചെയ്തതാണ്. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ലൈൻസ് ഇട്ട് കൊടുക്കാം. ഈ ലൈൻസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ലൈൻസ് ഇടുന്ന ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൈ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഇതേപോലെ വരച്ച് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേപോലെ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ ഒരു പീസ് ഒന്നിന് മുകളിലായി വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാണ്ടിരിക്കാനായിട്ട് ഇതേപോലെ പിന്നി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. ഇപ്പോൾ ഇത് മറിച്ചെടുത്തപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ താഴ്ഭാഗം കൂടെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇതേപോലെയുള്ള ഒരു ക്ലോത്ത് പീസിൽ നിന്ന് കുറച്ച് ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് രണ്ടും നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ താഴ്ഭാഗത്ത് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ച് വെച്ച് ഉള്ളിലോട്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്ലൗസ് ഈ ഒരു രീതിയിൽ കിട്ടും. അതിനുശേഷം ഇതേപോലെയുള്ളൊരു ക്രോസ് പീസ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് മറിച്ചെടുക്കാം. ഇനി ഇതിനെ ഈ ഗ്ലൗസിൻ്റെ താഴ്ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിത് എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടണമെങ്കിൽ ഇങ്ങനെ തൂക്കിയിടാവുന്നതാണ്. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ടും. നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നല്ല, ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ടേബിളിന് മുകളിലും അതേപോലെ തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നല്ല ചൂടുള്ള സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാനായിട്ട് നമ്മൾ ഇതേപോലെയുള്ള മാറ്റുകളൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നല്ല നല്ല ഡിസൈനിലുള്ള മാറ്റുകളൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല പൈസയാവാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പഴയ ക്ലോത്ത് പീസുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഇതേപോലെയുള്ളൊരു ക്ലോത്ത് പീസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് എത്രത്തോളം വലിപ്പം വേണം അതിനനുസരിച്ച് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണം അതിനനുസരിച്ച് വരച്ച് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.
കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ 4 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വെക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കളർ ക്ലോത്ത് പീസ് കുറച്ച് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ വൈറ്റ് കളറുള്ള ക്ലോത്ത് ഞാൻ ഇതേപോലെ 4 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഈ ഗ്രേ കളറുള്ളത് 2 എണ്ണം വെക്കാം. അതിന് മുകളിലായിട്ട് ഈ വൈറ്റ് ക്ലോത്ത് പീസുകൾ 4 എണ്ണം വെക്കാം. ഇനി അതിന് മുകളിലായിട്ട് ഗ്രേ പീസ് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഗ്ലൗസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്ത പോലെ ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ച് കൊടുത്തിട്ട് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണിത്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ക്ലോത്ത് പീസിൽ നിന്ന് കുറച്ച് ക്രോസ് പീസുകളാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്രോസ് പീസുകൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു രീതിയിൽ ഇതിന് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെ ഉള്ളിലോട്ടൊന്ന് മടക്കി വെച്ചിട്ട് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും ഒരു ക്രോസ് പീസ് എടുത്തിട്ട് നേരത്തെ നമ്മൾ ഗ്ലൗസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പോലെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഈ മാറ്റിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിടാനായിട്ടും എളുപ്പമായിരിക്കും. ഇതേപോലെ നല്ല ഭംഗിയുള്ള ക്ലോത്ത് പീസുകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും വീണ്ടും കഴുകി യൂസ് ചെയ്യാനായിട്ടും പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ വാങ്ങിക്കുന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജിന് മുകളിൽ ഇടാനായിട്ടുള്ള ഒരു വിരി. നമ്മുടെ ഫ്രിഡ്ജ് നല്ല വൃത്തിയായിട്ടിരിക്കാനും അതേപോലെ തന്നെ ഭംഗിയായിട്ടിരിക്കാനും ഒക്കെ നമുക്കിത് സഹായിക്കും. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ബെഡ്ഷീറ്റിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ 4 പീസസ് ഉണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് 39 ഇഞ്ചാണ്. അതേപോലെ തന്നെ വിഡ്ത്ത് 20.5 ഇഞ്ചസ് ആണ്. ഇനി നമുക്കിതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ 4 സൈഡിലൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു മെഷർമെൻറ്റിലുള്ള 2 പീസസ് എടുക്കാം. മെഷർമെൻറ്റ്സ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചെറിയ 2 ക്ലോത്ത് പീസുകളും ഈ ഒരു രീതിയിൽ മടക്കി വെക്കാം. ഇനി ഈ മടക്കിയ ക്ലോത്ത് പീസുകൾ നമ്മൾ നേരത്തെ കാണിച്ച ആ വലിയ പീസിൻ്റെ 2 സൈഡിലും ഇതേപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ കാണിക്കുന്ന ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഇതേപോലെ ഇങ്ങനെ പോക്കറ്റ് പോലെ ആയിട്ടുണ്ട്. അതിനുശേഷം ഈ 2 സൈഡിലും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 2 സൈഡിലെ ഈ വലിയ പോക്കറ്റിനെയും നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഞാൻ 2 സ്റ്റിച്ച് വീതം ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ 3 പോക്കറ്റ്സ് വീതം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെയുള്ള കുറച്ച് ചെറിയ പീസസ് ആണ് വേണ്ടത്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 3.5 ഇഞ്ചസ് ആണ്. ഈ ഒരു ക്ലോത്ത് പീസ് ഇതേപോലെ മടക്കി വെക്കാം. അതിനുശേഷം ഇതിൻ്റെ ഈ 2 സൈഡിലും ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ തിരിച്ച് വെച്ചിട്ട് നമുക്ക് ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ മറ്റ് 2 സൈഡുകളും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ 2 പീസസ് വെച്ചിട്ട് നമുക്കിതിൻ്റെ 2 സൈഡ് കൂടെ ക്ലോസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കവർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ ഈ സൈഡിലുള്ള ഈ പോക്കറ്റുകളിൽ നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് ചീത്തയാവുമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും അഴുക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. താങ്ക്